രാംകുമാർ സാർ, ഈ ജഡ്ജ്മെൻറ്റിൽ ഈ മുനമ്പത്തെ ഇപ്പോൾ നമ്മുടെ മുജീബ് റഹ്മാൻ പറഞ്ഞത്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് 404 ഏക്കറോളം ഭൂമി, അതിലപ്പുറം ഏക്കറോളം ഭൂമി വക്കഫാണ് എന്നൊരു പരാമർശം ഉണ്ടെന്നാണ്. അത് പക്ഷേ ഇല്ല, 300 ഏക്കർ കടലെടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ശേഷിക്കുന്നത് 104 ഏക്കർ. പക്ഷേ എങ്കിലും ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഈ ഇന്നത്തെ വിധിയിൽ മുനമ്പത്തെ ഭൂമി വക്കഫാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആ ഒരു പരാമർശം അത് ഇനിയിപ്പം ഭാവിയിലുള്ള നിയമ നടപടികൾക്ക് അത് ദോഷകരമായിട്ട് വരില്ലേ? എന്താണ് താങ്കളുടെ നിഗമനം? ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതി പരിഗണിച്ചത് മുനമ്പം വിഷയത്തിൽ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൻ്റെ സാധുത മാത്രമാണ്. ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പരിധിയിൽ വരുമോ? അത് പൊതു താല്പര്യത്തിന് നിരക്കുന്നതാണോ? അത് നീതിയുക്തമാണോ? സർക്കാർ മനസ്സ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ വേണ്ടത്ര പരിഗണിച്ചുകൊണ്ടാണോ? ഇത്രേ വിഷയമുള്ളൂ. അത് വഖഫ് ഭൂമിയാണോ? എത്ര ഏക്കർ ഭൂമിയുണ്ടോ? മുമ്പ് വിധിയുണ്ടോ? ഇതൊന്നും ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഭരണഘടനയുടെ 226 അനുച്ഛേദ പ്രകാരം ഫയൽ ചെയ്യുന്ന റിറ്റ് ഹർജിയിൽ ഒരിക്കലും തീരുമാനിക്കാൻ പാടില്ല എന്ന് 100 കണക്കിന് സുപ്രീം കോടതി വിധിയുണ്ട്. ഒരു വസ്തുതർക്കം തീരുമാനിക്കലല്ല ഒരു ഭരണഘടനാ കോടതിയുടെ പ്രവൃത്തി. അത് സിവിൽ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ സിവിൽ കോടതി തീരുമാനിച്ച വല്ല കാര്യത്തിൽ നമ്മുടെ 2 സുഹൃത്തുക്കൾ തമ്മിൽ തർക്കം നിലനിൽക്കണം. ആ വിധി വായിച്ചാൽ അറിയാലോ. സിവിൽ കോടതികൾക്ക് വരെ ഈ കാര്യത്തിൽ അധികാരമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അതുകൊണ്ട് ഇത് വഖഫ് ഭൂമിയാണോ? എത്ര എക്സ്റ്റൻ്റ് ഉണ്ട്? എത്ര ഏക്കർ ഇപ്പം നിലവിലുണ്ട്? ഇതൊന്നും ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള റിറ്റ് ഹർജിയുടെ പരിധിയിൽ വരുന്ന വിഷയങ്ങളല്ല. അതിനെക്കുറിച്ച് അഥവാ ഹൈക്കോടതി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധികാര പരിധിക്ക് പുറത്താണ്. കാരണം ഒരു റിറ്റ് ഹർജിയിൽ വസ്തുതർക്കം നിശ്ചയിക്കാൻ പാടില്ല എന്ന് വളരെ സുസ്ഥിരമായ 100 കണക്കിന് വിധികൾ സുപ്രീം കോടതിയിലുണ്ട്. അതല്ല റിറ്റ് കോടതിയുടെ ജോലി. റിറ്റ് കോടതിയുടെ അധികാരമെന്ന് പറഞ്ഞാൽ ഒരു പൗരൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അധികാര പരിധിയിൽ കഴിഞ്ഞ എന്തെങ്കിലും തീരുമാനം നിർവഹണ വിഭാഗം എടുത്തിട്ടുണ്ടോ, ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, ഭരണഘടനാ ലംഘനമുണ്ടായിട്ടുണ്ടോ, മൗലിക അവകാശങ്ങളിൽ, ഇതൊക്കെയാണ് പ്രശ്നം. ഇതൊന്നുമല്ല ഇവിടെ ഉന്നയിച്ച വിഷയം. ഇവിടെ ഉന്നയിച്ച വിഷയം ഇതുപോലൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ ആവശ്യമില്ല, സർക്കാർ അധികാര പരിധി വിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു. അതാണ് ഹൈക്കോടതി പരിഗണിച്ച് ഹൈക്കോടതി ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ ആവശ്യമില്ല എന്ന് പറയാൻ എന്തിനാണ് കമ്മീഷനെ വെച്ചത്, ആ കമ്മീഷൻ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് ഹൈക്കോടതി പറയേണ്ട കാര്യമില്ല. കാരണം അത് വഖഫ് ട്രൈബ്യൂണലിൻ്റെയോ വഖഫ് ബോർഡിൻ്റെയോ അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ വരുന്ന തർക്കങ്ങളുടെ പരാമർശം ആകേണ്ടതാണ്. അത് മുൻകൂട്ടി തീരുമാനം. ഒന്നാമത്, അവിടെ തർക്കഭൂമി 104 ഏക്കറാണോ 400 ഏക്കറാണെന്നോ ഹൈക്കോടതി സത്യവാങ്മൂലം വഴി എങ്ങനെ തീരുമാനിക്കും? അളക്കണ്ടേ, സർവേ നടത്തണ്ടേ, 4 അതിരുകൾ നിശ്ചയിക്കണ്ടേ, എവിടെയാണ് വസ്തു എന്ന് കാണണ്ടേ? അപ്പോൾ ആ കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ഹൈക്കോടതി എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ആ വിധിന്യായം നിർഭാഗ്യവശാൽ എനിക്ക് പരിപൂർണമായും പഠിക്കാനുള്ള സമയം കിട്ടിയില്ല. അഥവാ ഹൈക്കോടതി അങ്ങനെ എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയുടെ നിശ്ചിത 226 അനുച്ഛേദത്തിൻ്റെ അതിര് കടന്നിട്ടുള്ള പരാമർശമാണ്. അതത്ര ഗൗരവമായി കണക്കാക്കേണ്ടതില്ല. അത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കിട്ടാനുള്ള സംവിധാനം നമ്മുടെ ഇതിലുണ്ട്. അതുകൊണ്ട് തൻ്റെ ഹർജിയുടെ പരിധിക്ക് പുറത്ത് ജഡ്ജി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ ഒരു അന്തിമമായ വിധിയായി കണക്കാൻ പറ്റില്ല. ഇവിടെ വിധിയില്ല. ഞാൻ ആവർത്തിച്ച് പറയണം,
പ്രേക്ഷകർക്ക് മുഷിവുണ്ടെങ്കിലും ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി പറയുകയാണ്. കമ്മീഷൻ നിയമനം ശരിയാണോ തെറ്റാണോ? സർക്കാർ ഗഹനമായ പഠനത്തിന് ശേഷമാണോ കമ്മീഷനെ നിയമിച്ചത്? കമ്മീഷൻ നിയമിക്കണമെന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനം എല്ലാ വശങ്ങളും പരിശോധിച്ചാണോ? നിയമത്തിൻ്റെ 4 ചുമരിൽ നിന്നുകൊണ്ടാണോ കമ്മീഷനെ നിയമിച്ചത്? മറ്റ് കാര്യങ്ങൾ പരിഗണിക്കപ്പെടുമ്പോൾ ഇതുപോലൊരു കമ്മീഷനെ നിയമിക്കേണ്ട? ഇത്തരം വിഷയങ്ങളാണ് എൻ്റെ പരിമിതമായ അറിവിൽ ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. അത് സംബന്ധിച്ച ഉത്തരങ്ങൾ അദ്ദേഹം തന്നു. ഇത് പൊതു താല്പര്യത്തിന് നിരക്കുന്നതല്ല, ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് റദ്ദാക്കുന്നു. അതിനുപോൽക്കബലകമായി ഏതെങ്കിലും ബാഹ്യവശാൽ എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു അന്തിമ വിധിയായി കണക്കാക്കാവുന്നതല്ല. അന്തിമ വിധി ഇത് മാത്രമേ ഉള്ളൂ. കമ്മീഷൻ വെച്ചത് നിയമവിധേയമാണോ അല്ലേ? അല്ല എന്ന് പറയും.